ഗോകുൽ തുടരുന്നുണ്ട്. ഗോകുൽ, നമുക്ക് അവിടെ കൂടുതൽ പ്രതികരണങ്ങൾ, ആളുകളുടെ പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് പ്രധാനമായും കേൾക്കേണ്ടത്. അവരാണ് പറയേണ്ടത്, നമ്മളല്ല. അവരുടെ വാക്കുകളിലൂടെ ജനങ്ങൾ അത് അറിയുകയും വേണം. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം. പക്ഷേ തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ആളുകൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടിച്ചേർന്ന് കവലകളിലും കാര്യങ്ങളിലും ഒക്കെ നിന്ന് സംസാരിക്കുകയും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി തന്നെ എടുത്തിട്ടുള്ളതാണ്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ നോക്കൂ, 5ാമത്തെ ദിവസമായിട്ടും പലയിടത്തും ഇനിയും വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ജനങ്ങൾ പറയുകയാണ്, പൊതുജനം പറയുകയാണ്. ഇപ്പോൾ ഇത് പൂർണ്ണതോതിൽ പരിഹരിക്കാനാകും? ഇന്നലെ തന്നെ പറഞ്ഞതാണ്, രാത്രി പമ്പിങ് ആരംഭിച്ചു. ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നതിന് വേണ്ടി കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. 42 കോർപ്പറേഷൻ വാർഡുകളിലാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം എത്തിക്കഴിഞ്ഞു. ഉച്ചയോടുകൂടി 100% എല്ലാ സ്ഥലങ്ങളിലും പഴയ നില പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അപ്രതീക്ഷിതമായി ഉണ്ടായ ചില കാര്യങ്ങളാണ് ഇത്. അവിടുത്തെ സാങ്കേതികമായിട്ടുണ്ടായിട്ട് ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് പമ്പിങ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി താമസിച്ചത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി എല്ലാ പ്രദേശത്തും വെള്ളത്തിന് നടപടി ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനി സാങ്കേതിക കാര്യങ്ങളൊന്നുമില്ല. ഈ പമ്പിങ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം വെള്ളം ഒഴുകി ഇതിന് ഉയർന്ന പ്രദേശങ്ങളിൽ എത്തണമെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മിനിസ്റ്റർ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറയും. ഇത് 5ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ ഈ പ്രശ്നം, അതായത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നപരിഹാരം ഉണ്ടെങ്കിൽ പോലും പലയിടത്തും എത്തുന്ന വെള്ളം ഇപ്പോഴും ചെളിവെള്ളമാണ്. പലയിടങ്ങളിലും വെള്ളം എത്തിയിട്ടില്ല. ഇന്നും കുപ്പിവെള്ളം വാങ്ങി കുടിക്കേണ്ട ഗതികേടാണെന്ന് ജനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. 5 ദിവസം ഒരു വീട്ടിൽ കുപ്പിവെള്ളം വാങ്ങുകയാണെങ്കിൽ അത് എത്ര വെള്ളം 4 പേരുള്ള ഒരു വീടാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാവുന്നതാണ് എത്ര കുപ്പിവെള്ളം വാങ്ങേണ്ടി വരും അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്നുള്ളത്. ഇത്രയും ഒരു ഗതികേടിലേക്ക് ജനങ്ങളെ എത്തിച്ചതിൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അല്ല, 4 ദിവസമാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ചില സംഭവവികാസങ്ങളാണ്. അതിപ്പോ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. പരമാവധി ഗവൺമെന്റ് അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഗവൺമെന്റ് നടത്തി. ചെളിവെള്ളമാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാരണവശാലും വരാൻ വേണ്ടി പോകുന്നില്ല. കലങ്ങിയ വെള്ളമാണെന്നുള്ളതാണ് പറയുന്നത്. അല്ല, നമ്മളെ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. നമുക്ക് ചിലപ്പോ ഒരു 4 ദിവസമായിട്ട് പമ്പിങ് നിർത്തിവെച്ച ശേഷം പമ്പിങ് വീണ്ടും പുനരാരംഭിക്കുന്ന അവസരത്തിൽ ആദ്യം വരുന്ന വെള്ളത്തെ കുറിച്ച് കളറിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതൊക്കെ നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളില്ല. അതൊക്കെ ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മളിങ്ങനെ ചിത്രീകരിക്കുന്നത് തന്നെ ആൾക്കാരുടെ ഞാൻ ചോദിച്ചു അതല്ല. നമ്മളും ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. 4 ദിവസം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. അതിലെന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനൊരു ബദലൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ലേ? ഒരു ബദൽ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് ഒരുക്കിയിരുന്നു. സകല ബദൽ സംവിധാനം ഒരുക്കിയിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില സംഭവങ്ങൾ ഏത് രംഗത്തും ഉണ്ടാവുമല്ലോ. അതുണ്ടായി, അത് പരിഹാരം കണ്ടു. ഡാക്ടറോട് പരിഹാരം കണ്ടു. അതിൽ ഇപ്പോൾ എന്തെങ്കിലും എന്തുകൊണ്ട് ഈ 4 ദിവസം ഇങ്ങനെ വൈകി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിശോധിച്ചിട്ട് അതിൽ എന്താ വീഴ്ച ആ കാര്യത്തിൽ ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തീർച്ചയായിട്ടും പരിശോധിക്കുക മാത്രമാണോ? പരിശോധിച്ചെന്തെങ്കിലും അത്തരത്തിലുള്ള നടപടി കണ്ടിട്ടുണ്ടെങ്കിൽ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ടെലിവിഷൻകാരോട് രാവിലെ എടുക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും ശരിക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ പരിശോധിക്കുന്നു. ടെലിവിഷൻകാരെന്നുള്ള രീതിയിലല്ല ചോദിക്കുന്നത്. ചോദ്യം പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമായതുകൊണ്ട് കൂടിയാണ് അത്രയും നമ്മൾ ഒരുപക്ഷെ വൈകാരികമായി സംസാരിച്ചു പോകുന്നത്. മിനിസ്റ്റർ, നിങ്ങൾ വൈകാരികമായി എടുത്തതിനേക്കാൾ കൂടുതൽ വൈകാരികതയോടുകൂടി ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഞങ്ങൾ ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, അങ്ങനെ ഒരു ഇടപെടൽ അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരി, അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 5ാമത്തെ ദിവസമാണ് ഈ പ്രശ്നം, അത് പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെടാതെ തുടരുകയും ചെയ്തു. നന്ദി മിനിസ്റ്റർ എന്തായാലും പ്രതികരിച്ചതിന്. ഈ പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് സാങ്കേതികപരമായിട്ട് ഇനി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ലഭ്യമാകുന്ന വെള്ളത്തിൽ അത് കലക്ക വെള്ളമാണ് കുറെ പേർക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ചില ആളുകൾ പറയുന്നത് ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. ഉച്ചയോടുകൂടി അത് പൂർണ്ണതോതിൽ പരിഹരിക്കാനാകും, എല്ലായിടത്തും വെള്ളം എത്തിക്കാനാകും എന്നുള്ള കാര്യമാണ്, പ്രതീക്ഷയാണ് മിനിസ്റ്റർ ഇപ്പോൾ പങ്കുവെച്ചത്. അങ്ങനെ തന്നെ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്.